ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മെലാൻ ഡയറീസ്. ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ബ്രെഡ് എങ്ങനെ റെഡിയാക്കാമെന്നുള്ളൊരു റെസിപ്പിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളൊരു പാക്കറ്റ് ബ്രെഡും ഒരു 5 രൂപേൻ്റെ ഒരു 4 ഡയറി മിൽക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മെലാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ് ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്ലൈസ് ഓഫ് ബ്രെഡാണ്. 2 സ്ലൈസ് ഓഫ് ബ്രെഡിലേക്ക് ഒരു 5 രൂപേൻ്റെ ഡയറി മിൽക്ക് അത് മൊത്തമായിട്ട് എടുക്കാൻ, ഇത് 4 പീസല്ലേ വരുള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി അത് മൊത്തമായിട്ട് അങ്ങ് എടുത്തു. മൊത്തമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഒരു ബ്രെഡിൻ്റെ മേളിൽ ഒരു 4 പീസ് ഇങ്ങനെ ഒടിച്ച് വെക്കണം കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് ഒടിച്ച് വെക്കാം. അതിൻ്റെ മുകളിലേക്ക് മറ്റേ ബ്രെഡും കൂടി അങ്ങ് സെറ്റ് ചെയ്യണം. അപ്പോൾ 2 ബ്രെഡും കൂടി അങ്ങ് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സും കൂടി ഞാൻ ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞപ്പോൾ ദേ കാണും റൗണ്ട് സർക്കിൾ വന്നു. പിന്നെ എനിക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും ഞാനതങ്ങ് പറിച്ചെടുത്തു ഗൈസ്. എൻ്റെ കയ്യിലേക്ക് എങ്ങനെയാണ് ഇവ കെട്ടിയിരിക്കുന്നത്, ശരിക്കും ഷേപ്പൊന്നും ആയില്ല, സൈഡൊക്കെ ഒന്നൊരുമാതിരി ആയി, എന്നാലും സാരമില്ല. അങ്ങനെ ഞാൻ 3 എണ്ണം അങ്ങനെ അങ്ങ് ആക്കി എടുത്തിരുന്നുണ്ട്. കറക്റ്റ് ഷേപ്പൊന്നും വന്നില്ല, ശരിക്കും ഒന്ന് പ്രസ് ചെയ്തങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തവ അങ്ങ് അടുപ്പത്തങ്ങ് വെച്ച് അതിലോട്ട് നമ്മൾ ഇത്തിരി എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. വേറെ എന്താ ചെയ്യുക, കുറച്ച് തവ അങ്ങ് ചൂടായതിന് ശേഷം മതി കേട്ടോ. ചൂടായതിന് ശേഷം ഒരിറ്റ് ഓയിൽ ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറേൻ്റെ ലൈറ്റ് ഇങ്ങനെ ഉള്ളതുകൊണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കുറച്ച് ഓയിൽ ശരിക്കും കണ്ടു തരിക്കുന്നത് കുറച്ചെടുത്താൽ മതിയേ. അത് കുറച്ച് അങ്ങ് വെച്ചിട്ട് എൻ്റെ ഗായ്സ് ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ബ്രെഡിൻ്റെ ആ പീസുകൾ അങ്ങ് നിരത്തി അങ്ങ് വെക്കണം. ഗായ്സ് അതങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എന്താണെന്ന് പറയുക, ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം അങ്ങ് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. മറിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അത് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽട്ട് ആവാനുള്ളൊരു പാകം. ജസ്റ്റ് ഒരെണ്ണം കരിഞ്ഞു പോയി ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും മറിച്ചും തിരിച്ച് അങ്ങ് ഇട്ടങ്ങ് കൊടുക്കുക. റെഡി. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് അങ്ങത് ഒരു ബ്രൗണിഷ് കളറായപ്പോൾ അങ്ങ് എടുത്ത് പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് ഒരെണ്ണം കരിഞ്ഞ ലുക്കൊക്കെ ഉണ്ട്. മറ്റേത് 2 എണ്ണം ഒരു മീഡിയം ഫ്ലെയിമിലേക്കാണ്. എന്തായാലും സാധനം റെഡി, ചോക്ലേറ്റ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയായാലും നമ്മൾ മെലാനിക്ക് അവിടെ വെയിറ്റ് ചെയ്തിട്ട്, അപ്പോൾ മെലാനിക്ക് കൊടുക്കും. മെലാനി അതിങ്ങനെ എടുത്തോളം മെലാനി ഒന്ന് നോക്കിയിട്ടൊന്ന് കഡീസ് വെക്കുന്നുണ്ട്. വാ കരിഞ്ഞിട്ടായാലും മെലാനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. മെലാനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് മെൽട്ടായിട്ട് എടുത്തും കഴിക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെയായാലും ഇത് ഇഷ്ടപ്പെട്ടു. മെലാനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. താങ്ക് യു.